ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇത് വീടിൻ്റെ താഴെ നിന്ന് ടെറസിലേക്ക് ഞാൻ പടർത്തി വിട്ടിട്ടുള്ള ഒരു പാഷൻ ഫ്രൂട്ട് ചെടിയിൽ നിന്നാണ് പറിക്കുന്നത്. എൻ്റെ കൂടെ പാഷൻ ഫ്രൂട്ട് പറിക്കാൻ വന്നവരൊക്കെ ഉണ്ടാവും. ഇനി നമുക്കിതിൽ നിന്ന് പഴുക്കാറായിട്ടുള്ളതും കൂടി ഞാൻ പറിക്കുന്നുണ്ട്. 1-2 എണ്ണം താഴെ വീണ് പോയിട്ടുണ്ട്. പർപ്പിൾ കളർ പാഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ ഇത് ഞാൻ മുകളിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു 10-15ഓളം പാഷൻ ഫ്രൂട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളെങ്ങനെയാണ് കുറച്ചധികം ദിവസം ഇത് സ്റ്റോർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. വേറെ ഒരു രീതിയിലും നമുക്കിത് സ്റ്റോർ ചെയ്യാം. ഇന്ന് നമുക്ക് എന്തായാലും അത് വെച്ച് ഒരു സ്ക്വാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാമേ. അതിന് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ ബൗളിൽ ഈ കാണുന്ന അളവിൽ എനിക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് മാത്രം കിട്ടിയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അതേപോലെയുള്ള ബൗളിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പിൻ്റെ അതേ അളവിലുള്ള പഞ്ചസാര എടുത്ത് അത് നമ്മൾ സിറപ്പാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് അടുപ്പിൽ വെച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച്, അതായത് ഒരു പഞ്ചസാരയുടെ പകുതി അളവിൽ വെള്ളവും കൂടി ഒഴിച്ച് തിളപ്പിച്ച് സിറപ്പാക്കി എടുക്കുന്നുണ്ട്. ഇനി അതവിടെ ഇരുന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒരു 2-3 തവണ പൾസ് ചെയ്തിട്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കണേ. ഈ അരിച്ചെടുക്കുന്നതാണ് ഇത് ചെയ്യുന്നതിൽ ഏറ്റവും വലിയൊരു ടാസ്ക്കായിട്ട് എനിക്ക് തോന്നിയത്. ഇനി അരിച്ചെടുത്ത ആ പൾപ്പ് ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ ആ പഞ്ചസാര സിറപ്പ് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം അതിലേക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. പക്ഷേ ഞാനിവിടെ അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കുറച്ചധികം ദിവസം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് തിളപ്പിച്ചെടുത്തതിന് ശേഷം അത് തണുത്ത് വന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പ് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ പഞ്ചസാരയുടെ സിറപ്പും കൂടി ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോ ക്ലിപ്പ് കിട്ടിയില്ലേ. അപ്പോൾ ഇത് രണ്ടും ഒരേ ടെമ്പറേച്ചറിലായതിന് ശേഷമാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതുകൊണ്ടൊരു ജ്യൂസും കൂടി ഉണ്ടാക്കി നോക്കാമേ. അതിന് വേണ്ടിയിട്ട് ആ എടുത്തിരിക്കുന്ന കപ്പിൻ്റെ 1/4 കപ്പ് അളവിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്ക്വാഷ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതേപോലെ ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെ, വെള്ളം താഴെപ്പോയി. ഇനി അതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസും കൂടെ അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ജ്യൂസ് റെഡിയായേ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച പോലെയല്ല, അതിലും ഭയങ്കര ടേസ്റ്റായിരുന്നേ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.